ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോവല്ലേ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നമ്മൾ കട്ടിംഗ് ബോർഡൊക്കെ ഉപയോഗിച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ അനങ്ങി പോകാറുണ്ട്. അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് രണ്ട് സൈഡും ഇതുപോലെ ഓരോ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് ആ കട്ടിംഗ് ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ തന്നെ നമ്മൾ വളരെ നല്ലതുപോലെ തേൻ്റെ പുറത്ത് നല്ലതുപോലെ ഉറച്ച് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഇതുപോലെ ഇത് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ അനങ്ങി പോകാറില്ല. അപ്പം നമ്മൾ ഇതുപോലത്തെ അമരക്കയും ബീൻസും അതുപോലെ തന്നെ പയറൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ഒത്തെടുത്ത ശേഷം നമ്മളിതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒന്നും തന്നെ ഇളകിപ്പോകാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാം ഒരേ സമയം കൊണ്ട് നമുക്ക് അരിഞ്ഞെടുത്ത് സമയം ലാഭിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഈ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ റബ്ബർ ബാൻഡ് ഒന്ന് നീക്കി ഇട്ട് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് ഒത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലി തീർക്കാനുള്ള എല്ലാവരും എളുപ്പ വിദ്യയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ പുറത്ത് വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ 2-3 ദിവസം ആകുമ്പോൾ തന്നെ അത് പൊടിപ്പ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ പൊടിപ്പ് വരുമ്പോൾ നമുക്ക് അധികം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് പൊടിച്ച് വരാതെ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാനുള്ള നല്ലൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഉടനെ തന്നെ ഇതുപോലെ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ഒന്ന് പൊതിഞ്ഞ ശേഷം നമ്മളൊരു കവറിൻ്റെ അകത്ത് വച്ച് കൊടുത്ത ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ഉരുളക്കിഴങ്ങ് കേടാവാതെയും പൊടിപ്പ് വരാതെയും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത ശേഷം നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും അതേപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെ ഉരുളക്കിഴങ്ങ് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ലൊരു ടിപ്സാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് ഇല്ലാതായി പോകുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഒന്ന് കണ്ടാലോ. നമ്മൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ താമസിച്ചൊക്കെ തിരക്കൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് 5-6 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം തക്കാളി കഷ്ണങ്ങളാക്കിയത്, പിന്നെ കുറച്ച് പുളിയും അതുപോലെ തന്നെ 2 പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അതിനെ വാട്ടിയെടുക്കണം. ആ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതുണ്ടെങ്കിൽ നമുക്ക് ധാരാളം മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു എരിക്ക് വേണ്ടി പച്ചമുളക് അധികം എരിയില്ലാത്ത മുളകായതുകൊണ്ട് ഞാൻ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജോലി തിരക്കൊക്കെ ഉള്ളവർ പെട്ടെന്ന് നമുക്ക് സാമ്പാറും അതുപോലെ തന്നെ ചമ്മന്തിയൊന്നും വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കിയാൽ മതി കേട്ടോ. നമുക്ക് വയറ് നിറയെ കാപ്പി കുടിക്കാൻ നല്ലൊരു ചമ്മന്തിയാണ്. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മൾ പുളിയൊക്കെ നമ്മൾ വെള്ളത്തിയിട്ട് കറിക്കൊക്കെ പുഴിഞ്ഞ ശേഷം നമ്മൾ ആ കുത്തങ്ങ് പെട്ടെന്ന് കളയുകയാണ് ചെയ്യണത്. അപ്പം നമുക്ക് പുളിയൊക്കെ അധിക ചിലവ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെയ്യേണ്ട നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമ്മൾ ഇതുപോലത്തെ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു മൺപാത്രത്തിലോ ഇതുപോലെ ഒന്ന് പുളി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അതിനുശേഷം നമ്മൾ ഏത് കറിക്കാണോ നമ്മൾ പുളിയൊക്കെ ഉപയോഗിക്കുന്നത് അതിലൊക്കെ നമ്മൾ ആവശ്യത്തിന് പുളി ചേർത്ത ശേഷം നല്ലതുപോലെ കുതിർന്നിരിക്കും. അപ്പോൾ നല്ലതുപോലെ ജ്യൂസ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച ശേഷം നമ്മൾ ബാക്കി വരുന്ന ആ പുളിയുടെ കൊത്തും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതുപോലെ ആ കൊത്ത് അതിൻ്റെ ആ ഒരു ജ്യൂസ് തീരണത് വരെ നമുക്ക് ഈ പുളി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അധികം പുളിക്ക് ചിലവും വരില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ടിപ്സ് എന്നുള്ളത് നമ്മൾ വർഷങ്ങളോളം നമുക്ക് പുളി കേടാവാതിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. നമുക്ക് എത്ര കിലോ പുളി വേണമെങ്കിലും നമുക്ക് എത്ര വർഷം വേണമെങ്കിലും നമുക്ക് കേടാവാതെ
നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പുളി അധികം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നമ്മൾ പുളി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മൺകല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ മൺകലങ്ങളിൽ അല്ലെങ്കിൽ ഭരണിയിലാണ് പുളി സൂക്ഷിക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് മാത്രമേ നമ്മളൊരു കൊച്ചു പാത്രങ്ങളിൽ എടുക്കാറുള്ളൂ കേട്ടോ. അതിനുശേഷം വേണ്ടത് കല്ലുപ്പാണ്. നമ്മൾ പുളി വയ്ക്കുന്ന പാത്രത്തിൽ കല്ലുപ്പ് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പൊടി ഉപ്പിനേക്കാളും കല്ലുപ്പാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അളവിൽ കല്ലുപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളിയും കല്ലുപ്പും നമുക്ക് ഇത് മൺകലത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ അടിയിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പുളിയെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ലെയർ അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു പുളിയും കല്ലുപ്പും നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ നല്ലതുപോലെ പ്രസ് ചെയ്ത് നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളെ വീടുകളിലൊക്കെ പുളിയൊക്കെ ഇല്ലാത്തവർ ഇതുപോലെ പുറത്തുനിന്ന് പുളി വാങ്ങിക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം പുളി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് കേടാവാതെ തന്നെ നമുക്ക് പുളി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പുളിയാണെങ്കിൽ നല്ലതുപോലെ കറുത്ത് നല്ലതുപോലെ പഴയ പുളിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ലെയറായിട്ട് ഉപ്പ് ഇതുപോലെ കല്ലുപ്പ് നിറയെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കല്ലുപ്പൊന്നും കുറയ്ക്കണ്ട കേട്ടോ. നമ്മൾ അപ്പോഴും മീൻ കറിക്കൊക്കെ നമ്മൾ പുളി ഒഴിക്കുമ്പോൾ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതിയല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ലെയറും ഞാൻ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നല്ലതുപോലെ പ്രസ് ചെയ്ത് തന്നെ വെക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മളിങ്ങനെ വർഷങ്ങളോളം നമ്മൾ പുളി വയ്ക്കുമ്പോൾ തന്നെ അതിൽ ഊറി വരുന്ന ആ ഒരു പുളിയുടെ സത്ത് നമ്മൾ പല രോഗങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ പുളിയും ഇതുപോലെ ലെയറായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ കല്ലുപ്പ് അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ ഒരു ഫുള്ള് കലത്തിൽ നിറയാൻ കണക്കിന് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പുളിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ മൺകലങ്ങളിലോ ഭരണിയിലോ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം നമുക്ക് പുളിയൊക്കെ കേടാവാതെ സൂക്ഷിക്കും. നമ്മൾ നനവൊന്നും വരാൻ പാടില്ല കേട്ടോ കലങ്ങളിലൊന്നും. അപ്പം ഞാൻ അതവിടെ ഫുള്ള് പുളി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കല്ലുപ്പ് നിറയെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കല്ലുപ്പ് ഇടുമ്പോൾ ചെറിയ പ്രാണികളോ അങ്ങനെയൊന്നും നമ്മുടെ പുളിയിലൊന്നും കയറാത്ത രീതിയിൽ വേണം നമ്മൾ സൂക്ഷിച്ച് ഇതിനെ കെട്ടിയൊക്കെ വയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഇത്തിരി കൂടുതൽ കല്ലുപ്പ് അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് പുളി പരുവാകും തോറും നമ്മൾ ഉപ്പും ആ പുളിയെല്ലാം നല്ലതുപോലെ അലിഞ്ഞ് പുളി നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അതിനുശേഷം ഒരു നല്ല കട്ടിയുള്ള ഒരു കോട്ടൺ തുണിയൊക്കെ വെച്ച് ഇതുപോലെ കെട്ടി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടിപ്സുകളാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ.